പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് KFC മാനേജ്മെന്റ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും KFCയുടെ നിക്ഷേപ തീരുമാനങ്ങളെല്ലാം KFC ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടെയാണെന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. RBIയുടെയും സെബിയുടെയും അംഗീകാരമുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരികെ ലഭിക്കാനായി മുംബൈ ഹൈക്കോടതിയിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു. KFCയുടെ നിക്ഷേപ തീരുമാനങ്ങളെല്ലാം KFC ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടെയും കേന്ദ്ര നിയമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടത്തിയത്. 2016 ജൂൺ 28 ചേർന്ന ബോർഡ് യോഗം 250 കോടി രൂപ അധിക ധനസമാഹരണം നടത്താൻ തീരുമാനിച്ചു. പ്രവർത്തന മൂലധനം ഉയർത്താനായിരുന്നു ഇത്. ഈ തുക പണവിപണിയിൽ നിന്ന് സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. കമ്പനിയുടെ അന്നുണ്ടായിരുന്ന റേറ്റിംഗ് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോർഡ് തീരുമാനം. എന്നാൽ നിഷ്ക്രിയ ആസ്തി ഉയർന്നതുകൊണ്ട് ആ വർഷം ഈ തീരുമാനം സാധ്യമായില്ല. RCFLന്റെ നിക്ഷേപം KFC ഒരു ഘട്ടത്തിലും മറച്ചുവെച്ചിട്ടില്ല. 2016 മെയ് മാസത്തിൽ ക്രെഡിറ്റ് റേറ്റിംഗ് മെച്ചപ്പെടുത്തലിന്റെ ഭാഗമായി 50 കോടി രൂപ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ ബാങ്കുകളുമായുള്ള ടേം ഡെപ്പോസിറ്റ് എന്ന തലക്കെട്ടിൽ വാർഷിക റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറയുന്നു. RCFLന്റെ ആസ്തി ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിന് നടത്തിയ ടെൻഡറിൽ ഓദം എന്ന കമ്പനി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായ ഓദം KFCക്ക് മാത്രം നിക്ഷേപത്തിന്റെ 52% വരെ മടക്കി നൽകാമെന്ന വാഗ്ദാനം മുന്നോട്ടുവെച്ചു. ഈ വാഗ്ദാനം നിലനിൽക്കുമ്പോഴും നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരികെ ലഭിക്കാനായി മുംബൈ ഹൈക്കോടതിയിലെ നിയമ നടപടികൾ KFC തുടരുകയാണ്. വസ്തുതകൾ ഇല്ലാതായിരിക്കെ KFCയുടെ മികച്ച പ്രവർത്തന മുന്നേറ്റത്തെ തകർക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും KFC മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു.